റെസിസ്റ്റൻസ് അതെ ഹലോ ഇങ്ങനെ പറഞ്ഞ ലാസ്റ്റ് പ്രോബ്ലം ഒന്നുകൂടി പറഞ്ഞുതരാവോ? ലാസ്റ്റ് പ്രോബ്ലം ഈ പ്രോബ്ലം ആണോ? ഇതാണോ? അതെ. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ വന്നിരിക്കുന്നത് 10 ഓമും അതിന് കണക്ട് ചെയ്തത് ബാറ്ററി വോൾട്ടേജ് അയ്യോ ഇതല്ല 20 അതിന് മുകളത്തെ ഇതല്ല അതല്ലേ. ഇതല്ലേ ഇത് KCLന്റെ കേസാണ്. ഇവിടുത്തെ നോഡ് എന്ന് പറയുന്നത് എ ആണ്. അതായത് നോഡ് എന്ന് പറയുന്നത് ജംഗ്ഷൻ, എല്ലാ പോയിന്റുകളും ജംഗ്ഷൻ കൂടിയാണ് ഈ എ എന്നുള്ള പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് നിന്നിട്ട് I1 = I2 + I3 കറണ്ട് കാണണമെങ്കിൽ കറണ്ട് I1 എന്ന് പറഞ്ഞാല് I2 + I3 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മളോട് KVLന്റെ ലൂപ്പ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ആദ്യം ഈ ഒരു ലൂപ്പ്, ഈ ഒരു ചെറിയ ലൂപ്പിന്റെ കാണാം, പിന്നെ ഇത് മൊത്തം ഫോർ ലൂപ്പിന്റെ കാണാം. രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് I എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 1.5 സ്റ്റാർട്ട് ചെയ്യും. ഇത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. പിന്നെ അടുത്ത് വരുന്നത് I2 വരുന്നത് ഈ റെസിസ്റ്റൻസിന്റെ ഈ കേസാണ് വരുന്നത്. ഇവിടെ 100 ഓം ആണ് വരിക. 100 ഓം I2 = 0. അപ്പൊ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് ഈ ഒരു ചെറിയ സർക്യൂട്ട് എടുക്കാം, ഈ ചെറിയ ലൂപ്പ് എടുക്കാം. ഈ ചെറിയ ലൂപ്പ് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1.5 തുടങ്ങിയിട്ട് ഈ 100 വരെ. അപ്പൊ നമുക്ക് 1.5 പിന്നെ എൻ്റർ ചെയ്യുമ്പോൾ എന്തോരും, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ പറഞ്ഞായിരുന്നു, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് പോകുമ്പോൾ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ ഫിഗർ അനുസരിച്ച് ഇത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത്. പോസിറ്റീവ് വാല്യൂ ഇവിടെ നിന്ന് നെഗറ്റീവ് വാല്യൂ. അപ്പൊ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവിലേക്ക് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് എടുക്കും. അപ്പൊ ഈ 100 ഓം എന്നുള്ളത് എന്തായിട്ട് വരും, നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ I2, ഈ റെസിസ്റ്ററിന്റെ വാല്യൂ I2. അപ്പൊ 1.5 - 100 I2 = 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം, I2ന്റെ വാല്യൂ കാണാം. അപ്പൊ ആദ്യം ഈ മൈനസ് ടേമിനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ടേം ആവും. അപ്പൊ 100 I2 = 1.5 എന്ന് കിട്ടും. I2നെ നിർത്തി കഴിഞ്ഞിട്ട് ഈ ഡിവിഷനെ, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് ഡിവിഷൻ ആയിട്ട് എഴുതാം. നമുക്ക് I2ന്റെ വാല്യൂ കിട്ടി 0.015 ആംപിയർ കിട്ടി. ഇനി രണ്ടാമത്തെ ലൂപ്പ് എടുക്കാം. KVLന്റെ ലൂപ്പ് 2 എടുക്കാം. ലൂപ്പ് 2 എടുക്കുമ്പോൾ നോക്കി, ഇത് ഇവിടെ തുടങ്ങി. ഈ ലൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 9ൽ നിന്നാണ്. ഇവിടെ നെഗറ്റീവിലാണ് ആദ്യം വരുന്നത്, നെഗറ്റീവ് ചിഹ്നമാണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് വരുമ്പോൾ വാല്യൂ എന്താണ്, നെഗറ്റീവ് വരും. പിന്നെ അത് 200 ഓം. അപ്പൊ 9 -9 - 200 ഓം, 200 വരും. ഈ റെസിസ്റ്ററിന്റെ ഐയും വരും. ഇവിടെ നമുക്കൊരു I വരും. ഇപ്പൊ I എന്ത് വരും, ഇവിടെ I1 ആയിരുന്നെങ്കിൽ ഇത് I2 ആയിരുന്നു, ഇത് I3 വരും. അപ്പൊ ഈ -9 ഇവിടെയും പ്ലസും മൈനസും ആയതുകൊണ്ട് വീണ്ടും എന്ത് നെഗറ്റീവ് തന്നെ വരും. അപ്പൊ മൈനസ് ഈ വാല്യൂ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇവിടെ തന്നെ എഴുതി കാണിച്ചുതരാം. ആദ്യം -9 വരും, വീണ്ടും പ്ലസും മൈനസ് വരുമ്പോൾ നമുക്ക് മൈനസ് വരും. ഇവിടുത്തെ വാല്യൂ 200, ഈ റെസിസ്റ്ററിന്റെ വാല്യൂടെ I3. അപ്പൊ I3, ഇനി അടുത്ത് വരുന്ന വാല്യൂ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരണം. I2 = അതായത് I2ന്റെ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, =0. ഇത് ഈ മൊത്തം ഈ സർക്യൂട്ട് ഇങ്ങനെയല്ലേ വരണേ. ഇതൊരു സർക്യൂട്ട്, പിന്നെ അടുത്ത സർക്യൂട്ട് ലൂപ്പ്. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫസ്റ്റത്തെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇതിൽ സ്റ്റാർട്ട് അവസാനിച്ചു.
രണ്ടാമത്തെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 9 തുടങ്ങി തിരിച്ചിങ്ങനെ വന്നിട്ട് ഇതിലേ കൊണ്ടുവരണം. അപ്പൊ 2 ലൂപ്പ് വരാം. അപ്പൊ ഈ ഫസ്റ്റ് ലൂപ്പിനെ നമുക്ക് കിട്ടി, i2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. സെക്കൻഡ് ലൂപ്പിൽ ഫസ്റ്റത്തെ വാല്യൂ 9 ആണ്. ഇത് മൈനസ് പ്ലസ് മൈനസ് സ്റ്റാർട്ട് ചെയ്തത് മൈനസ് ആണ്. രണ്ടാമത്തെ വാല്യൂ പ്ലസ് മൈനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 200 നെഗറ്റീവ് വരും. പിന്നെ ഇതിന് കൂടെ i3 വരും. ഇനി അടുത്തത് ഇപ്പുറത്തോട്ട് എന്ത് വരും? ഈ 100 വരും. അപ്പൊ വീണ്ടും മൈനസ് 100 i2 വരും. മൈനസ് ആണ്, പ്ലസ് അല്ല, ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. പ്ലസ് ആണ് വരാം. അടിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് വരുന്നതുകൊണ്ട് പ്ലസ് വാല്യൂ വരും. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. പ്ലസ് വാല്യൂ വരും. ഇനി i2ന്റെ വാല്യൂ നമുക്കറിയാം. ഇവിടെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് i2ന്റെ വാല്യൂ. ഈ വാല്യൂ കൊണ്ട് ഈ i2ന്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 100 into ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് i3യുടെ വാല്യൂ കാണാം. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 9 നിന്ന് മൈനസ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് ഇവിടെ മൈനസ് 200 i3 ഈക്വൽ ടു ഈ കിട്ടിയ റിസൾട്ട് ഇവിടെ വരും. ഇതിൽ i3 കാണുന്നുണ്ടെങ്കിൽ ഇതിനെ മൊത്തം ഡിവൈഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? i3യുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് i3യും കിട്ടി, i2യും കിട്ടി. ഇനി i1 കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 പ്ലസ് i3 എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് വാല്യൂ തമ്മിൽ ആഡ് ചെയ്യാം. ഇത് പ്ലസ് ഇത് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തേക്കണത്. ഒരെണ്ണം 80 ടേമായിരുന്നു. പ്ലസ് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0225 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ ഐയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് V2ന്റെ ഈ വോൾട്ടേജിന്റെ ഈ കേസിൽ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ കേസ് രണ്ട് കേസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. വോൾട്ടേജിന്റെ 100 ഉള്ള കേസും വോൾട്ടേജിന്റെ 200 ഉള്ള കേസും. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് വേണം? ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. i1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 100 into i1ന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.5 വോൾട്ട് കിട്ടും. രണ്ടാമത്തെ കേസിൽ 200നെ i2 കൊണ്ട് ഇത് i2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് i3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7.5 വോൾട്ട് എന്ന് കിട്ടി. ഇതാണ് രണ്ട് വാല്യൂ, വോൾട്ടേജിന്റെ രണ്ട് വാല്യൂ. ക്ലിയർ അല്ലേ? ഈ പ്രോബ്ലം ഐയുടെ വാല്യൂ കറണ്ട് കാണാനാണ് പറഞ്ഞത്. വിയും ആറും തന്നിട്ടുണ്ട്. കറണ്ട് കാണുന്നുണ്ടെങ്കിൽ V/R, I is equal to V/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടും. വി എന്ന് പറഞ്ഞാല് 20, R 10. അപ്പൊ 20 ഡിവൈഡ് ബൈ 10 ചെയ്ത് നമുക്ക് 2 ആംപിയർ കിട്ടും. ക്ലിയർ അല്ലേ ഇത്? ഞങ്ങൾക്ക് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. അപ്പൊ എന്താണ് റെസിസ്റ്റർ എന്ന് ആദ്യം പറയാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാല് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ആൻഡ് കോമൺലി യൂസ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് റെസിസ്റ്റർ. നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് റെസിസ്റ്റർ. ഇവിടുത്തെ ഇത് ഫ്ലോ ചെയ്യുന്നത് ഇലക്ട്രോൺ ത്രൂ ഇലക്ട്രോൺ ഫ്ലോനെയാണ് നമ്മൾ റെസിസ്റ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ റെഡ്യൂസ് ചെയ്യും വോൾട്ടേജും കറന്റും റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ട് തരത്തിലുള്ള കണക്ഷനാണ്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. സീരീസ് ആകുമ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. സീരീസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിൽ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ടും പാരലായിട്ടും അതുപോലെ ഈ സീരീസിന്റെ പാരലിന്റെ കോമ്പിനേഷൻ ആയിട്ടും വരാം. അങ്ങനെ മൂന്ന് കണക്ഷനാണ് ഈ റെസിസ്റ്ററിൽ വരുന്നത്. അപ്പൊ റെസിസ്റ്ററിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം, ഈ സീരീസിന്റെയും പാരലിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. ശരിക്കും ഇതിന്റെ ടോട്ടൽ അല്ലെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ടോട്ടൽ കാണുന്നതിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ സീരീസ് കണക്ട് ചെയ്യുന്നതിന്റെ കേസ് നോക്കാം. ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു റെസിസ്റ്ററിനെ ആർ കണക്ട് ടു സീരീസ് ആണെന്നെങ്കിൽ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യും. ഒരു എൻഡിൽ ഒരു സീരീസ് വന്നു, അതിന്റെ എൻഡിൽ അടുത്ത സീരീസ് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു, അതിന്റെ എൻഡിൽ അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്യും, എന്നിട്ട് അടുത്ത കണക്ട് ചെയ്യും. അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സീരീസ് എന്ന് പറയാം. അപ്പൊ സീരീസ് കണക്ട് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് കണക്ട് പോകുന്നത് സീരീസ് ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ആയിരിക്കും സെയിം അളവിലായിരിക്കും കറണ്ട് പാസ് ചെയ്തതിൽ കൂടെ. അപ്പൊ പക്ഷെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോവും, പക്ഷെ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഫോർമുല എന്തൊക്കെയാണ്? RT is equal to R1 plus R2 plus R3 plus etc. Rn. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ എല്ലാത്തിന്റെയും സം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫിഗർ കാണിച്ചു തരാം. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ
ഇതൊരു രജിസ്റ്റർ, ഇത് അടുത്ത രജിസ്റ്റർ, ഇത് അടുത്തത്. അപ്പൊ അത് ഒരെണ്ണത്തിന്റെ എൻഡിൽ അത് ഒരു രജിസ്റ്റർ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു രജിസ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ അവസാനിപ്പിച്ചു. ഈ ഒരു പോയിന്റിൽ, ഇവിടെ അല്ല, ഈ ഒരു പോയിന്റിൽ അത് അവസാനിച്ചു. അവസാനിക്കുന്ന പോയിന്റിൽ അടുത്ത രജിസ്റ്റർ വീണ്ടും കണക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ അവസാനിച്ചു, അവിടെ നിന്ന് വീണ്ടും കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണെന്ന് പറയുന്നത് സീരീസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ കറന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ കറന്റ് ഇതിൽ ഇവിടെ നിന്ന് അറ്റം വരെ ഫ്ലോ ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. അപ്പൊ കറന്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമുക്ക് ഈ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതൊരു പൈപ്പിൽ കൂടെ ഇപ്പൊ ഇതൊരു പൈപ്പാണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിൽ കൂടെ വെള്ളം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേ വരുന്ന വെള്ളത്തിന്റെ അളവും ഇവിടെ എത്തുമ്പോൾ എന്താ, ഇവിടെ ഇത്തിരി പ്രഷർ ഉണ്ടായിരിക്കും. ഈ പ്രഷറോടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രഷർ കുറയും. എന്ന് വെച്ചാൽ ഇതിന് ഡെപ്ത് കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ വരുമ്പോൾ ഇതിന്റെ പ്രഷർ കുറയും. വീണ്ടും ഈ ചെറിയ പൈപ്പിൽ കൂടെ വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഈ പ്രഷർ ഇവിടെ ഇതേപോലെയാണ് നമ്മളുടെ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ വരാന്നാ പറഞ്ഞത്. അതായത് എടുക്കുന്ന കണ്ടെയ്നർ പോലെ ഇരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത്തിരി കൂടി അതിന്റെ വ്യാപ്തി കുറവായതുകൊണ്ട് ഇവിടെ പ്രഷർ കുറവായിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ അതിനേലും കുറവായിരിക്കും. പക്ഷെ നാരോ പൈപ്പിൽ കൂടെ വരുമ്പോൾ അതിന്റെ പ്രഷർ കൂടും. അപ്പൊ അതുപോലെയാണ് ആ വാട്ടർ അങ്ങനെ പോകുന്നത് പോലെയാണ് വോൾട്ടേജ് പോകുന്നത്. അപ്പൊ വോൾട്ടേജ് ഇവിടെ 3 സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ കറണ്ട് സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, ഈ ഫിഗറിൽ പറയുന്നത്. ക്ലിയർ ആയോ? അതായത് 3 റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുക, പക്ഷെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഇവിടെ പ്രഷർ ഒരു പൈപ്പിൽ കൂടെ വാട്ടർ വിടുമ്പോൾ നമുക്ക് സെയിം എമൗണ്ട് ആയിരിക്കും വാട്ടർ അവിടെ എത്താം. പക്ഷെ അതുകൊണ്ട് സെയിം ആയിരിക്കും അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ വോൾട്ടേജ് വരുമ്പോൾ ഇവിടുത്തെ പ്രഷർ അനുസരിച്ച് ഇത് 3ഉം ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് ഈ 3എണ്ണത്തിലും ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കറണ്ട് ഈക്വൽ ആണെന്നത് കൊണ്ട് നമുക്ക് ഇക്വേഷൻ എന്താ, I ഈക്വൽ ടു I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I3. അതായത് ഇവിടെ വരുന്ന കറന്റും ഇവിടെ വരുന്ന കറണ്ട് I1, ഇവിടെ വരുന്ന കറണ്ട് I2, അടുത്തതിൽ വരുന്ന I3. അപ്പൊ ഈ 3ഉം തന്നെ ആയിരിക്കും ഈക്വൽ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത്. ഇനി വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ സം ആയിരിക്കും പറയുന്നത്. അപ്പൊ വോൾട്ടേജ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇത് കിട്ടിയതാണ്. നമ്മുടെ IRന്റെ ഇക്വേഷൻ എടുക്കുന്ന IR ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐയും ആറും വരുന്ന കേസ് എന്ത് വരും, IR ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 പ്ലസ് I ഇൻറ്റു R3. അപ്പൊ ഇതിൽ എല്ലാത്തിലും കോമൺ I ഉണ്ട്. ആ ഐനെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കിട്ടും. ഈ ഐനെ ഈക്വലിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകുമ്പോൾ ഈ മുകളത്തെ ഐയും താഴത്തെ ഐയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. 3 റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് 3ഉം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ സം എന്ന് പറയുന്നത്. R ഈക്വൽ ടു R1 പ്ലസ് R2 ഈക്വൽ ടു R3. ഡിഫറെന്റ് റെസിസ്റ്റർ കണക്ട് ചെയ്ത അതിന്റെ സം ആയിരിക്കും എന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ PPT-യിൽ ഇവിടെ പറഞ്ഞത്. ഫോർമുല എന്ന് പറഞ്ഞത് ടോട്ടൽ റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറഞ്ഞത് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സം ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. അതാണ് RT ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് 3 കേസ് ഉള്ളപ്പോൾ 3 അതിൽ കൂടുതലുണ്ടെങ്കിൽ എക്സെപ്റ്റ് എവിടെ വരെയാണോ അവിടെ വരെ ആഡ് ചെയ്യാം. അതിന്റെ സം ആണ് നമ്മളിവിടുത്തെ RT എന്ന് പറയുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് ഈ PPT? അടുത്തത് പാരലൽ കണക്ഷൻ. റെസിസ്റ്റർ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് ദാറ്റ് ഓപ്പോസിറ്റ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കൂടെ കറന്റ് പാസ് ചെയ്യുന്ന ഫ്ലോ, അതാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു പാസീവ് ഇലക്ട്രോണിക് കമ്പോണന്റ് കൂടിയാണ്. ഇതിന് യൂസ് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ്, കറന്റ്, ലിമിറ്റ് പവർ, പ്രൊട്ടക്ട് കമ്പോണന്റുകളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഓം ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഫിക്സഡ് റെസിസ്റ്റർ, വാരിയബിൾ റെസിസ്റ്റർ, തെർമോമീറ്റർ, LDR റെസിസ്റ്റേഴ്സ്. ഫിക്സഡ് റെസിസ്റ്ററിന്റെ എക്സാമ്പിൾ ആണ് കാർബൺ ഫിലിം, മെറ്റൽ ഫിലിം, വയർ വേർഡ്. അതൊക്കെ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. വാരിയബിൾ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ക്യാൻ ബി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് വാരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. തെർമോസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇവിടെ നമുക്ക് ചേഞ്ചിങ് വിത്ത് ലൈറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ആ 4 ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അത്
രജിസ്റ്റർ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ആ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ്. അതിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ ആണ് ഇവിടെ ഓപ്പോസ് ചെയ്യുന്നത്. ഇതിന്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ വോൾട്ടേജുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ കറന്റും വോൾട്ടേജും, അതുപോലെ ലിമിറ്റ് പവർ, പ്രൊട്ടക്റ്റീവ് കമ്പോണന്റ് ഒക്കെ ഇതിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റെസിസ്റ്റൻസിന് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഈ ടൈപ്സ് ഓഫ് റെസിസ്റ്ററിൽ വരുന്നതാണ് ഫിക്സഡ് റെസിസ്റ്റർ, വാരിയബിൾ റെസിസ്റ്റർ, തെർമിസ്റ്റർ, LDR. ഇതിൽ ഫിക്സഡ് റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് കാർബൺ ഫിലിം, മെറ്റൽ ഫിലിം, വയർ ബോണ്ട് ഒക്കെ എക്സാമ്പിൾ ആണ്. ഈ വാരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ റെസിസ്റ്റൻസ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് വാരിയബിൾ എന്ന് പറയുന്നത്. തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റേതിൽ ലൈറ്റ് വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് LDR. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. സീരീസ് കണക്ഷൻ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് സീരീസ് മാത്രം റെസിസ്റ്റർ എന്താന്ന് പറഞ്ഞു. റെസിസ്റ്റൻസിൽ സീരീസ് ഉണ്ട്, പാരലൽ ഉണ്ടെന്ന് പറഞ്ഞു. സീരീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത് പാരലൽ. പാരലൽ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുന്നത് സൈഡ് ബൈ സൈഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഒരു സൈഡ് ബൈ സൈഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാരലൽ ബ്രാഞ്ച് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, പാരലൽ കണക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇറ്റ്സ് സെയിം, കറന്റ് ഡിവൈഡ് ചെയ്ത് പോകും. ഫിഗർ നോക്കാം. ഇതമ്മ സീരീസിന്റെ പറഞ്ഞു. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരാം. ഇതൊരു 1/, ആയിട്ട് പാരലൽ ആയിട്ട് വന്നു. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരാം. ഓരോരുത്തരുടെ താഴെ വരണം, അങ്ങനെ ആയിട്ട് രജിസ്റ്റർ വരാം. അപ്പൊ ഒരു രജിസ്റ്ററിന് താഴെ ഒരു രജിസ്റ്റർ ആയിട്ട് അങ്ങനെ വരുന്നതും, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നതും പാരലാണ്. ഇതുപോലെ വരുന്നതിനാണ് പാരലൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് എല്ലായിടത്തും സെയിം ആയിരിക്കും, കറണ്ട് ആയിരിക്കും ഡിഫറെന്റ്. അപ്പൊ വോൾട്ടേജ് V1 ഇവിടെ വരുന്ന ഇതിൽ R1 വരുന്ന ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും, അത് V1, R2 V2, R3 V3. അപ്പൊ ഇത് സെയിം ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, V1 = V2 = V3. ഇതായിരിക്കും നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ I1 എന്ന് പറയുമ്പോൾ അതിന്റെ സമ്മായിരിക്കും. അപ്പൊ ഇതിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് I1, I2, I3 ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ I എന്ന് പറയുന്നത് I = I1 + I2 + I3 ആയിരിക്കും കറണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് വരും. നമ്മൾ സീരീസ് എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ വരും. ഇനി നമുക്ക് ഇക്വേഷൻ കൊണ്ടുവരാം. ഇക്വേഷൻ V/R ആണ് നമ്മുടെ ഇക്വേഷൻ. I കാണാനുള്ള ഇക്വേഷൻ I = V/R ആണ് വരിക. അപ്പൊ V/R = ഓരോ കേസിലും ഉണ്ടാക്കിയിട്ടു. ഇവിടെ നമുക്ക് V/R1, V/R2, V/R3. ഇതിൽ കോമൺ ആയിട്ട് V ഉണ്ട്. ഈ കോമൺ ആയി V നെ പുറത്തേക്ക് എടുത്താൽ അപ്പൊ V × 1/R1 + 1/R2 + 1/R3 വരും. ഈ കോമൺ ആയിട്ടുള്ള ആറിന്റെ ഇവിടെ ഇൻറ്റു ആണ്, ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ താഴെ വരും. അപ്പൊ ഈ വിയും ബിയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ 1/R = ഇവിടെ ബാലൻസ് 1/R1 + 1/R2 + 1/R3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പാരലൽ കണക്ഷന്റെ റിസൾട്ട്. ക്ലിയർ ആണത്? ഈ സീരീസ് കണക്ഷന്റെ ഒരു പ്രോബ്ലം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കറന്റ് I എങ്ങനെ കാണാം. അപ്പൊ R1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് 1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് 2ന്റെ തന്നിട്ടുണ്ട്, 3യുടെ തന്നിട്ടുണ്ട്, ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ I കാണുന്നുണ്ടെങ്കിൽ I = V/R ആണ്. V/R എന്ന് പറയുമ്പോൾ ഇവിടുത്തെ V എന്ന് പറയുന്നത് ഇവിടുത്തെ നമുക്ക് 20 തന്നിട്ടുണ്ട്. അപ്പൊ 20 / R1 + R2 + R3. അപ്പൊ R1ന്റെ വാല്യൂ 3, 3 + 5 + 2 = 10 എന്ന് കിട്ടും. അപ്പൊ 20/10 = 2A എന്ന് കിട്ടി. ക്ലിയർ ആണത്? അത് കറന്റ് ആണ് കാണാൻ പറഞ്ഞ. R തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, വോൾട്ടേജ് V തന്നിട്ടുണ്ട്, 3 റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് ഈ വോൾട്ടേജ് തമ്മിൽ ഡിവൈഡ് ചെയ്ത്, അതായത് ഈ ഇക്വേഷൻ യൂസ് I = V/R യൂസ് ചെയ്തുകൊണ്ട് ആൻസർ ഉണ്ട്. ഈ പാരലൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇരിക്കും. എയിൽ നിന്ന് പിയിലേക്ക് ഒരു കണക്ഷൻ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കണക്ഷൻ. ഇവിടെ നമുക്ക് R1ന്റെ വാല്യൂ 10, R2ന്റെ വാല്യൂ 20, R3ന്റെ വാല്യൂ 30. ഇതെങ്ങനെ വരാന്ന് വെച്ചാല് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/R
പാരലലിന്റെ ഇക്വേഷൻ 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3. R1ന്റെ വാല്യൂ 10. അപ്പൊ 1/10 പ്ലസ് 1/20 പ്ലസ് 1/30. ഇത് നമുക്ക് LCM എടുക്കാം. താഴത്തെ ടേം ഒക്കെ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. താഴത്തെ ടേം സെയിം ആക്കാൻ വേണ്ടിയിട്ട് 10, 20, 30. ഇതിന് LCM എടുക്കാം. LCM എടുക്കുമ്പോൾ നമുക്ക് 10 പോവും. ഇതിലൊരു പ്രാവശ്യം, ഇതിൽ 2 പ്രാവശ്യം, ഇതിൽ 3 പ്രാവശ്യം. അപ്പൊ ഇനി ഒന്നും കോമൺ ആയിട്ട് വരില്ല. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 6. 6 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 60 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ടേമിനെ ഈ 10നെ 60 ആക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ 60 ആയി, മുകളിൽ 60 ആയി. അപ്പൊ മുകളിൽ 6 വരും. മുകളിൽ 6 വരും. ഇവിടെ 20നെ 60 ആക്കാനായിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ താഴെ 60 ആയി, മുകളിൽ 3 ആയി. ഇവിടെ നമുക്ക് 30 ഉണ്ട്. 30നെ ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 വരും. അപ്പൊ ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 6, 3, 9, 10, 11. 11/60 കിട്ടും. ഇതാണ് ഇതിന്റെ 1/r. 1/r ആണ് 11/60. നമുക്ക് ഇതിന്റെ 1/rന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RE/1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് RE കിട്ടും. അപ്പൊ തന്നിരിക്കുന്ന റിസൾട്ടിന് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ RE കിട്ടും. അപ്പൊ 60/11 കിട്ടും റെസിപ്രോക്കൽ എടുക്കുന്നത്. ഇത്രയും ഓം ആണ് നമ്മുടെ RE എന്ന് പറയുന്നത്. ക്ലിയർ ആണത്? ശരി. അടുത്തൊരു ദിവസം വന്നിട്ട് ഇതും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിവിടെ ഒരു R1ഉം R2. ഇതും സീരീസ് അല്ല, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ ആവുമ്പോൾ ഇക്വേഷൻ 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. ഇത് നമുക്ക് 1/r1 കാണുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതിന്റെ LCM എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഈ R2 ഇപ്പുറത്തോട്ടും വരും, ഈ R1 ഇപ്പുറത്തോട്ടും വരും. അപ്പൊ നമുക്ക് R2 പ്ലസ് R1 ഡിവൈഡ് ബൈ R1 ഇൻറ്റു R2. ഈ ഇക്വേഷൻ നേരിട്ട് കൊടുത്താലും മതി വാല്യൂ. അപ്പൊ നമുക്ക് ഇതുപോലെ ഇവിടെ ചെയ്ത് ഈ കാൽക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ഇക്വേഷൻ ഇതുപോലെ സോൾവ് ചെയ്തിട്ട് 1/rന്റെ ഇക്വേഷൻ നമുക്ക് ഇതുപോലെ സോൾവ് ചെയ്തെടുക്കാം. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇനി ഇതിൽ വാല്യൂ കൊടുക്കാം. അപ്പൊ R2ന്റെ വാല്യൂ കൊടുക്കണം. R2ന്റെ വാല്യൂ ഇവിടെ ഇത് R2 ഇത് R1 ആയിട്ട് എടുത്തേക്കണം. അപ്പൊ R1ന്റെ വാല്യൂ 20ഉം 10ഉം. ഇത് ഏത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല. 20 പ്ലസ് 10 വരും ഡിവൈഡ് ബൈ 20. ഇത് ഇൻറ്റു, ഇത് പ്ലസ് വരും, താഴെയുള്ളത് ഇൻറ്റു വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 20 പ്ലസ് എന്ന് പറയുമ്പോൾ 13 ഡിവൈഡഡ് ബൈ 200 വരും. ഈ സീറോയും ഒരു സീറോയും ക്യാൻസൽ ചെയ്തിട്ട് 3/20 വരും. 1/r എന്നുള്ളത് നമുക്ക് 6 ആണ് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 20/3 എന്ന് കിട്ടും. അതായിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇവിടെ സീരീസ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ സീരീസും പാരലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വാല്യൂസ് കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ. ഫസ്റ്റത്തെ R1ൽ ഈ R1ന് 2 ഓം, R2, R3, R4, R5. നമുക്ക് ഏതൊക്കെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സീരിയലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും പാരലാണ് അല്ലെ? മുകളിലും താഴെ വന്നതുകൊണ്ട് ഇത് രണ്ടും പാരലാണ്. അപ്പൊ ഇത് നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാം. ഈ 4 സെയിം അല്ല, ഈ 4 ഓമും ഈ 4 ഓമും കൂടി തമ്മിൽ നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യാം. പാരലൽ റെപ്രസെന്റ് ചെയ്യാൻ 2 വരയിട്ട് കൊടുക്കുന്നത്. അപ്പൊ 4 ഓം പാരലൽ ടു 4. അപ്പൊ അതിന്റെ ഇക്വേഷൻ കൊടുക്കാം. അതിന്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ എഴുതിയത് R1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 4. 4 ഇൻറ്റു 4 60. 60 ഡിവൈഡ് ബൈ 8 വരും. ഇത് നമുക്ക് ആൻസർ സോൾവ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടി. ഇത് പാരലൽ ആയിട്ടുള്ള കണക്ഷൻ. ഇത് രണ്ടാമത്. ഇനി വരുന്നത് സീരീസ് ആയിട്ടുള്ള കണക്ഷൻ നോക്കാം. സീരീസ് ആയിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ആൻസർ. അപ്പൊ ഇത് ഇപ്പൊ ഇത്രയും ഭാഗം ചെയ്തില്ലേ നമ്മോ? ആദ്യം പാരലാക്കി എടുത്തിട്ട് ഇതിനെ നമുക്ക് എന്താക്കി കൊടുക്കാം? ഇതിന്റെ ആൻസർ കിട്ടി. ഇനി ഈ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ഇതിന്റെ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹലോ ഹലോ, സീരീസ് ആക്കാൻ സീരീസ് ആക്കാൻ വേണ്ടിട്ട് കിട്ടിയ പാരലൽ റിസൾട്ട് അവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ 2, ഇത് 2, ഇവിടെ 3. ഈ 3 സീരീസ് ആയിട്ട് കിട്ടാം. ആ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ 2 ഓം പ്ലസ് 2 ഓം പ്ലസ് 3 ഓം. അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഓം കിട്ടും. ഇനി വരുന്നത് ഈ 7. അപ്പൊ ഇവിടെ ഈ ടോപ്പിൽ ഇപ്പൊ 7 ആയി, 7 ഓം ആയി. ഇവിടെ ഒരു 10 ഓം ആണ്. ഈ 7ഉം 10ഉം ഇപ്പൊ എന്തായി? പാരലായി. ഇങ്ങനെ വന്നു. ഇപ്പൊ പാരലായി. അതിന് പാരലായിട്ടുള്ള തന്നെ കാണാം. അപ്പൊ 7 ഓം പാരലൽ ടു 10 ഓം ആണ്. 7 into 10 divided by 7. 17 divided by 70 divided by 70 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണത്? ശരി. PPT വന്നിട്ടുണ്ടോ? PPT ഇത് മാത്രം
റെസിസ്റ്റൻസ് ഇൻ പാരലിന്റെ കേസ് പറഞ്ഞു 1/R is equal to 1/R1 plus 1/R2 plus 1/R3 എക്സെട്ര 1/Rn ആയിരിക്കും. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് കിട്ടും. അപ്പൊ സം ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് സം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ താഴെ തന്നിരിക്കുന്ന പോയിന്റ്. അപ്പൊ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യുന്നത് സൈഡ് ബൈ സൈഡ് ആയിട്ട് കണക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ പാരലൽ കണക്ഷൻ ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും. അതുപോലെ കറണ്ട് ആയിരിക്കും ഇവിടെ ഡിവൈഡ് ആയിട്ട് വരാം. പാരലൽ കണക്ഷൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സീരീസിന്റെ റെസിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ പറഞ്ഞു. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള കണക്ഷൻ ആണ് റെസിസ്റ്റർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം, ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. ആ മൂന്ന് തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന്റെ എൻഡിൽ അടുത്ത ഇതിനെ കണക്ട് ചെയ്ത് വരും. അപ്പൊ സീരീസ് ആയിട്ട് കാണും. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഫിഗർ ഇതേപോലെ ഇരിക്കും. ഇനി പാരലൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പാരലൽ ആയിട്ട് വരും. ഒന്നല്ലെങ്കിൽ അടിയിൽ അല്ലെങ്കിൽ സൈഡ് ആയിട്ട് വരും. പാരലൽ കണക്ഷൻ പറഞ്ഞു. ഇതിന്റെ പ്രോബ്ലം പറഞ്ഞു. ഇത്ര വരെ ക്ലിയർ ആണല്ലോ? ക്ലിയർ. റെസിസ്റ്റർ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ പറഞ്ഞു. അടുത്ത ടോപ്പിക് അടുത്തത് കറന്റ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. അടുത്ത ടോപ്പിക് നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കാം. ഇത് അടുത്ത ദിവസം എടുക്കാം. അതിന്റെ കുറച്ചുകൂടി നോട്ട് ഉണ്ടാവും, സെറ്റ് ചെയ്തിട്ട് നോക്കിയെടുക്കാം. അടുത്തത് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. അടുത്ത ടോപ്പിക് പാരലൽ റെസിസ്റ്റൻസിന്റെ കണക്ഷൻ പറഞ്ഞു. അടുത്ത ടോപ്പിക് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള കൺവേർഷൻ ഉണ്ട്, സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്കുള്ള രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡെൽറ്റയിൽ നിന്നും സ്റ്റാറിലേക്ക്, അടുത്തത് സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലേക്കുള്ളത്. അപ്പൊ ഡെൽറ്റയിൽ നിന്നും സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒന്ന് ഡെൽറ്റ ഷേപ്പ്, ഇതായിരുന്നു നമ്മുടെ ഡെൽറ്റ ഷേപ്പ് അല്ലെ? ഈ ഷേപ്പിൽ വരുമ്പോ ഈ ഷേപ്പിലുള്ള റെസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റാറിന്റെ വൈ അല്ലെങ്കിൽ ടി ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്റ്റാറിൽ നിന്നും വൈ ഓർ ടിയിൽ നിന്നും ഡെൽറ്റ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കൺവേർഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഡെൽറ്റ ഷേപ്പിലുള്ള റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഈ ഒരു ഷേപ്പ്, ഈ ബ്ലൂ ലൈൻ വരുന്ന ഷേപ്പാണ് ഡെൽറ്റ ഷേപ്പ്. അപ്പൊ ഈ ഡെൽറ്റ ഷേപ്പിൽ നമുക്ക് ഇവിടെ ഒരു R12 എന്നൊരു റെസിസ്റ്റർ, അതായത് നോഡ് 1, 2, 3 3 നോഡ് ഇതിൽ അടയാളപ്പെടുത്തി. അതായത് രണ്ടും തമ്മിൽ കൂടിച്ചേർന്നാണ് നോഡ്. അപ്പൊ ഈ നോഡിന് നമ്മൾ 1 എന്ന് കൊടുത്തു, ഈ നോഡിന് 2 എന്ന് കൊടുത്തു, ഈ നോഡിന് 3 എന്ന് കൊടുത്തു. ഇനി ഇതിന് പേര് കൊടുക്കുമ്പോൾ നോക്കിയത് 1ലും 2ലും ആണ് ഈ റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഈ പേര് R12 എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് 1ലും 3ലും ഇരിക്കുന്നത് കൊണ്ട് R13 എന്ന് ഈ റെസിസ്റ്ററിന് പേര് കൊടുത്തു. ഇത് നമുക്ക് 2ലും 3ലും ഇരിക്കുന്നതുകൊണ്ട് R23 എന്ന് കൊടുത്തു. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാറിന്റെ ഷേപ്പിലേക്ക് വരുത്തണം. സ്റ്റാറിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വൈ ഷേപ്പ് ഇതുപോലെ വരണം, അല്ലെങ്കിൽ ഈ ഷേപ്പിൽ നമുക്ക് വരുത്താം. അപ്പൊ ഇതിൽ നിന്ന് നോക്കിയേ, ഇവിടെ നിന്ന് നമുക്ക് R1 എടുക്കുന്നത്, ഈ 1ൽ നിന്നും ഈ R12ൽ നിന്നും R13ൽ നിന്നും ഒരു റെസിസ്റ്ററിനെ താഴേക്ക് വരച്ചു. ഇത് നമുക്ക് R1 എന്ന് പേര് കൊടുത്തു. അതേപോലെ ഈ 1-2ൽ നിന്നും 2-3ൽ നിന്നും 2 എന്നുള്ള ഒരു രജിസ്റ്ററിന്റെ പേര് കൊടുത്തു, R2 എന്ന് കൊടുത്തു. ഇവിടെ 1-3ൽ നിന്നും 2-3ലും ഇടയിൽ കൂടെ നമുക്ക് എന്ത് കൊടുത്തു? R3 എന്നുള്ളൊരു
രജിസ്റ്റർ വെച്ചു. അപ്പൊ ഇങ്ങനെ ഈ ഉള്ളിൽ എന്തെന്ന് കിട്ടി, ഈ ഒരു ഷേപ്പ് കിട്ടി. അപ്പൊ നമ്മൾ പുറത്തോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് R1 R2 R3 എന്നുള്ളൊരു ഡെൽറ്റയിൽ നിന്ന് ഒരു സ്റ്റാർ നമുക്ക് വരച്ചു. വരച്ചത് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇതിന് ഇക്വേഷൻ കണ്ടെത്താം. അപ്പൊ ഇത് R1 1ഉം R12ഉം R13ലും കോമൺ 1 ആയതുകൊണ്ട് R1 പേര് കൊടുത്തു അല്ലേ? അതന്നെ, അങ്ങനെ എടുത്താൽ മതി. അപ്പൊ തെറ്റാണ്ട് കിട്ടും. അപ്പൊ ഈ R1ഉം 2ലും ഈ 13ലും, അതായത് R1ഉം 2 ഈക്വൽ ടു R13യിൽ നിന്നും കോമൺ ആയിട്ടുള്ള R1 എടുത്തിട്ട് R1 ഫോം ചെയ്തു. അതാണ് ഇതിനിടയിൽ വരുമ്പോ എന്തായാലും R1 അല്ലേ വരാം. അപ്പൊ ഈ ഇടയിൽ വന്നത് R1 ആയിട്ട് മാറി. അതുപോലെ 1-2നും 2-3ക്കും കോമൺ ആയിട്ട് 2, അതിന് നമുക്ക് R2 എന്ന് പേര് കൊടുത്തു. അതുപോലെ 1-3ക്കും 2-3ക്കും കോമൺ ആയിട്ട് 3, അതിന് R3 എന്ന് പേര് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്റ്റാർ നമ്മൾ വരച്ചു. ഇനി ഇതിന്റെ ഇക്വേഷൻ കണ്ടെത്താം. അപ്പൊ എനിക്ക് R1 ആണ് കാണുന്നത് അല്ലെ? ഈ R1ന്റെ വാല്യൂ ആണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ R1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? R1നെ ഏതൊക്കെ എടുത്തത്? ഈ R12ഉം R13യും. അപ്പൊ R12 ഇൻറ്റു R13, അത് ഏതൊക്കെ എടുത്തോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ നമ്മൾ ഈ R1ന് എടുത്ത വാല്യൂസ് R12ഉം R13യും ആയിരുന്നു. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഹോൾ ഡിവൈഡ് ബൈ 3 തമ്മിൽ ആഡ് ചെയ്യുക. അതായത് R12 പ്ലസ് R23 പ്ലസ് R13 താഴെ വരുന്നത്. ഈ R1 കിട്ടിയത് ക്ലിയർ ആണോ? അപ്പൊ ഏതാണ് ഇപ്പൊ R2 ആണെന്നുണ്ടെങ്കിലും താഴെ വരുന്നത് കോമൺ ആയിട്ട് എല്ലാം തമ്മിലുള്ള സമ്മായിരിക്കും. മുകളിൽ വരുന്നത് ഏതിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ ഈ ആ ടേം വരച്ചത്, ആ ടേം ആണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ ഇനി R2 കാണുമ്പോൾ നോക്കിയാൽ ഇതാണ് R2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് R2 വരുന്നത്. R2 വരുമ്പോ ഇതിന് കോമൺ ആയിട്ട് വരുന്നത് R12, അതുപോലെ R23. അപ്പൊ R12 ഇൻറ്റു R23 ഡിവൈഡ് ബൈ R12 പ്ലസ് R13 പ്ലസ് R23. ഇക്വേഷൻ ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ R3 എടുക്കാം. R3 എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് R13 ഇൻറ്റു R23 ഡിവൈഡ് ബൈ R12 പ്ലസ് R13 പ്ലസ് R23. 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് ക്ലിയർ ആണല്ലോ? അപ്പൊ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള കൺവേർഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നേരത്തെ തന്ന ഡെൽറ്റ ഈ ഷേപ്പ് ആയിരുന്നു. ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് ഷേപ്പിലുള്ള ഡെൽറ്റയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോഡ് കൊടുക്കാം. ഫസ്റ്റത്തെ നോഡ് ഇത് 1, 2, 3 എന്നുള്ള നോഡ് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ രണ്ടിൽ നിന്നും നമുക്ക് എന്ത് കൊടുക്കാം? R1 എടുക്കാം. ഇതിൽ രണ്ടിൽ നിന്നും R2 വരും. ഇതിൽ രണ്ടിൽ നിന്നും R3 കിട്ടും. അങ്ങനെ 3 രജിസ്റ്റർ കണക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫിഗർ വരച്ചു വെക്കാം. ഇതിനുള്ളിലൂടെ സ്റ്റാർ നമുക്ക് വരച്ചു. ഇനി സ്റ്റാർ വരച്ചിട്ട് ഇക്വേഷൻ കണ്ടെത്തണം. R1 ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ R1 കണ്ടെത്തണമെങ്കിൽ ഏതൊക്കെ എടുത്തേ? ഈ 4ഉം 2ഉം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഹോൾ ആഡ് ചെയ്യാം. 2ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് R1 കണ്ടത് 2ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടി. ഇനി 2ഉം 4ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പൊ 8/12. അതൊന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 2/3 എന്ന് എഴുതാം. അതുപോലെ R2 എടുക്കുമ്പോൾ R2 വരുന്നത് ഈ 4നും 6നും ഇടയിൽ. അപ്പൊ 4 × 6 24 വരും, ഡിവൈഡ് ബൈ 12. നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അടുത്ത R3 വരുമ്പോൾ 2ഉം 6ഉം 12 വരും, 12 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തത് ഡെൽറ്റ ടു സ്റ്റാർ ആണ് ചെയ്തത്. ഇനി അടുത്തത് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ. അപ്പൊ തന്നിരിക്കുന്നത് സ്റ്റാർ ആയിരിക്കും. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഈ ബ്ലൂ ലൈൻ വരച്ചിരിക്കുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ ആണ് ബ്ലൂ ലൈൻ വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഡെൽറ്റ നമ്മൾ കണ്ടെത്തണം. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർ തന്നു, ഇതിന്റെ ഡെൽറ്റ നമ്മൾ കണ്ടെത്തണം. അപ്പൊ നോക്കിയേ, ഈ സ്റ്റാറിൽ ഇതിന്റെ വാല്യൂ R1 ആയിരുന്നു, ഇത് R2 ആയിരുന്നു, ഇത് R3 ആയിരുന്നു. 3 നോഡ് ഉണ്ടായിരുന്നു. നോഡിന് 1ഉം 2ഉം 3 എന്ന് പേര് കൊടുക്കാം. ഇനി ഇതിനിടയിൽ ഇപ്പൊ ഈ R1 വരണമെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? ഇതൊന്ന് R13ഉം R12ഉം, ഇതിന് R23, 3നും പേര് കൊടുക്കാം. ഇവിടെ ഈ ഒരു ലൈൻ കൂട്ടി വരയ്ക്കുമ്പോൾ കൂടെ R12 വരും. ഈ ലൈൻ ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കുമ്പോൾ R23 കൊടുക്കുക. ഈ ലൈൻ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് R13 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പൊ R1 നമ്മുടെ കിട്ടുന്ന റിസൾട്ട് വരുന്നത് ഡെൽറ്റ ഫോം ആയിരിക്കണം വരുന്നത്. ആ ഡെൽറ്റയുടെ ഫോമിൽ വരുന്നത് ഈ R12 അതോടെ വരച്ചു. R13 ഈ സൈഡിൽ വരുന്നത് R13 അതോടെ വന്നു. ഈ റെഡിൽ നിൽക്കുന്നത് R23 ഈ സൈഡിൽ വരച്ചു.
ഇനി ഇതിൽ നിന്നും ഈ R12 കാണേണ്ട ഒരു ഇക്വേഷൻ. അപ്പൊ ഈ R12 കാണുമ്പോൾ നോക്കി, ഈ R12 ഇതിലില്ലാത്ത വാല്യൂ ഏതാണ്? 3 അല്ലേ? ആ 3 ആയിരിക്കണം താഴെ വരേണ്ടത്, R3. ക്ലിയർ ആണോ? ശരി. ഇനി മുകളിൽ എന്ത് വേണം? ആദ്യം R1ഉം R2 ഇവിടെ ഉള്ളത് 1ഉം 2ഉം. അപ്പൊ നമുക്ക് ഇവിടെ R1 × R2 ഒരു ടേം പ്ലസ് ഇവിടത്തെ ടേം വരുമ്പോ R2 × R2 പ്ലസ് ഇപ്പുറത്തെ ടേമിൽ വരുമ്പോ R1 × R3. ഇത് ഡിവൈഡഡ് ബൈ ഇവിടെ ഇല്ലാത്ത ടേം 3, അതായത് R3. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയത്? R12 3 ഇല്ലാത്തതുകൊണ്ട് R3 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അടുത്ത കേസിൽ 1 3 ആണ്, അപ്പൊ ഇവിടെ ഇല്ലാത്തത് 2. അപ്പൊ R2 കൊണ്ട് ഡിവൈഡ്. R2 ആയി മുകളിലുള്ള ടേം സെയിം ആയിരിക്കും. R12 × R13 × R23 അത് എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇനി R23 ഇല്ലാത്തത് 1 ആയിരിക്കും. അപ്പൊ അതായിരിക്കും താഴെ വരുന്ന R1. അപ്പൊ മുകളിൽ R1 × R2 പ്ലസ് R1 × R3 പ്ലസ് R2 × R3 ഡിവൈഡ് ബൈ R1. ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടെ തന്നേക്കുന്നത്, ഒരു സ്റ്റാർ തന്നിട്ടുണ്ട്. നോഡുകൾ 1 2 3 എന്ന് കൊടുത്തു. ഈ റെസിസ്റ്റൻസ് 2, ഇത് 3, ഇത് 4 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് R12 ആണ് കാണേണ്ടത്. R12 കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം കൊടുക്കുക ഈ 3ഉം ഈ 2ഉം. അപ്പൊ ഫസ്റ്റ് 1ന്റെ വാല്യൂ 2, 2 × 3 പ്ലസ് പിന്നെ 3 × 4 അടുത്തെടുക്കുക. 3 × 4 പ്ലസ് വീണ്ടും 4 × 2. അപ്പൊ നമുക്ക് 4 × 2 കിട്ടും. രണ്ടേ മുകളിൽ കിട്ടി നമുക്ക്. ഇനി ഇവിടെ ഇല്ലാത്തത് 1ഉം 2ഉം 3 ആണ് ഇല്ലാത്തത്. അപ്പൊ 1ന്റെ വാല്യൂ ഉണ്ട്, 2ന്റെ വാല്യൂ ഉണ്ട്, 3യുടെ വാല്യൂ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26 ഡിവൈഡ് ബൈ 4 കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 30 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ ആയത്? ഓക്കെ. മുകളിലത്തെ ടേം എന്തായാലും എല്ലായിടത്തും കോമൺ ആണ്. അപ്പൊ നമുക്ക് മുകളിലത്തെ ടേം 26 തന്നെ വരും. ഇവിടെ 1ഉം 3ഉം കഴിഞ്ഞിട്ട് 1ഉം 3 എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞാൽ 4. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഇവിടെ 3. ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് R13 കിട്ടി. ഓക്കെ. ഇനി R23 കോമൺ ആയിട്ട് ഇല്ലാത്തത് 1 ആണ്. അപ്പൊ 26 ഡിവൈഡ് ബൈ 1ന്റെ വാല്യൂ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30 കിട്ടും. ക്ലിയർ ആണ് ഈ പ്രോബ്ലം? ഇനി ഇതിപ്പോ സാധാരണ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇനി വേറൊരു പ്രോബ്ലം തന്നിരിക്കുന്നത്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്കിന് പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 2020-ലും 2021-ലും ചോദിച്ചിട്ടുള്ള 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതുപോലെയായിരുന്നു ഫിഗർ. ഈ ഉള്ളിലാണ് ഞാനിവിടെ റെഡ് ബ്ലൂ കൊണ്ട് വരച്ചതായിരുന്നു ഫിഗർ. ഇതിൽ ഞാൻ വരച്ചതാണ് സ്റ്റാർ. നമ്മൾ വരച്ചു. അത് ഡെൽറ്റ ഷേപ്പ് ആയിരുന്നു. 2 ഡെൽറ്റ ഷേപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടേക്കാം. ഇങ്ങനെ ഒരു ഷേപ്പും അതിന് താഴേക്ക് ഒരു ഷേപ്പും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതി. അപ്പൊ മൂലത്തേൽ നമ്മൾ എന്ത് കൊടുത്തു? സ്റ്റാർ സെറ്റ് ചെയ്തു. അതാണ് ഇവിടെ സ്റ്റാർ സെറ്റ് ചെയ്ത് വരച്ചേക്കണം. അപ്പൊ അടിയിലത്തെ ചെയ്യണ്ട? അടിയിലത്തെ ചെയ്യണ്ട, ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മുകളിലത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമുക്ക് ഒറ്റ ടേമാക്കി മാറ്റത് പോലെ. അതിൽ ഇതിനെ ഒറ്റ ടേമാക്കി എടുക്കുമ്പോൾ ഇത് R1 R2 ആയിട്ട് ഇതുപോലെ ഒരു ഫിഗർ ആയിട്ട് വീണ്ടും ചേഞ്ച് ആവും. എന്നുവെച്ചാൽ ഈ ഒരെണ്ണം ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് മാറിയില്ലേ? ഡെൽറ്റയുടെ ഷേപ്പ് മാറി. അടിയിലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെൽറ്റ ഷേപ്പ് വരുള്ളൂ. അപ്പൊ ഇവിടെ മുകളിലത്തേന് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിയിൽ തന്നെ സ്റ്റാർ കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ തന്നെ സ്റ്റാർ കൊടുക്കുക. ഇത് സിമ്പിൾ ആയിട്ട് പറയാൻ മുകളിലത്തേന് കൊടുക്കാൻ കാരണം വെച്ചാൽ മുകളിലത്തെ വാല്യൂസ് ഒക്കെ സെയിം ആണ്. സെയിം വാല്യൂ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ എറർ വരില്ല. നോക്കിയേ, ഇവിടുത്തെ റെസിസ്റ്റൻസ് R1ന്റെ ഈ റെസിസ്റ്റൻസ് R1ന്റെ വാല്യൂ 2 ആണ്. ഇവിടത്തെ റെസിസ്റ്റൻസിന് 2 ആണ്, ഇതും 2 ആണ്. ഈ 3 വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇത് ഡിഫറെന്റ് ആയത് ഇവിടെ 2, ഇവിടെ 1 3. ഈ 3 വാല്യൂ ഡിഫറെന്റ് അല്ലേ? അപ്പൊ സ്റ്റാർ മൂലത്തിൽ വേണമെങ്കിൽ മൂലത്തിൽ, താഴെ വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഒരെണ്ണത്തിൽ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ഷേപ്പ് മാറി കിട്ടും. അപ്പൊ ഈ മൂലത്തേക്ക് കൊടുക്കാൻ കാരണം, ഞാനിവിടെ മൂലത്തേക്ക് കൊടുക്കാൻ കാരണം ഇത് മൂലത്തെ 3ന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതല്ലാന്ന് ഇവിടെ 2ഉം 1 3 ഒക്കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അതില്ലാണ്ട് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂലത്തിന് സ്റ്റാർ കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാറുകൾ വരച്ചു എന്നിട്ട് സോഴ്സും കറന്റും കാണാനാണ് പറഞ്ഞേക്കണം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സോഴ്സ് ആൻഡ് കറന്റ് ഓഫ് I2. അപ്പൊ നമുക്ക് ഐയുടെ വാല്യൂ നമുക്കറിയാം, V/R ആണ് I എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് R ഇപ്പുറത്തോട്ട് എടുത്തിട്ട് R ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ R ഇവിടെ ഈക്വൽ ടു V/I എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. R കാണുന്ന ഇക്വേഷൻ V/I ആണ്. ഇനി ഈ ഡെൽറ്റ കൊടുത്ത കേസ് കാണാം. ഡെൽറ്റ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് R1 ആണ് ആദ്യം കിട്ടുന്നത് അല്ലെ?
ഈ ഫിഗറിൽ ഇത് R1, സ്റ്റാർ വരുന്നത് R1, ഇത് R2, ഇത് R3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം R1 കാണാം. R1 കാണുമ്പോൾ നോക്കിയാൽ ഏത് രണ്ടെടുത്താലും ഇതും 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 എത്ര 2 തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. 2 × 2 4 / 6. 4/6 അതിനൊന്നും കൂടെ സോൾവ് ആക്കുമ്പോൾ 2/3 വരും. രണ്ട് സെയിം വാല്യൂ ആയിരുന്നു. മുകളിൽ താഴെയൊക്കെ സെയിം വാല്യൂ ആയിരിക്കും. വെറുതെ ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ ഏത് R1 ചെയ്താലും R2 ചെയ്താലും R3 ചെയ്താലും സെയിം തന്നെ കിട്ടും. അപ്പൊ നമുക്ക് R2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടി എല്ലാം 2 ആയതുകൊണ്ട് എളുപ്പത്തിൽ വേഗം റിസൾട്ടിൽ എത്തി. ഇതും 2/3 കിട്ടി. R3 ചെയ്താലും നമുക്ക് എന്തെന്നെ കിട്ടാം 2/3 തന്നെ ആയിരിക്കും കിട്ടാം. ഇനി നമുക്ക് ഇനിയുള്ള ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിഗർ ഇതുപോലെ ആയി അല്ലെ. ഈ അടിയിലത്തെ കേസ് പോയി. R1 മുകളിലൊരു ടേം, ഇത് R2, ഇത് R3, ഇത് R4, R5 എന്നുള്ള കേസ്. ഇനി ഇത് ഏതൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കാം. ഫിഗർ ചേഞ്ച് ആയിട്ട് ഇവിടെ നമുക്ക് R1, R2, R3, R4, R5 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ നോക്കാം. R1ന്റെ വാല്യൂ ഇനി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് നോക്കാം. സീരീസ് ആയിട്ട് ഇതിൽ ഏതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുക? 1ഉം 0. സീരീസ് ആയിട്ട് നമുക്ക് 1ഉം ഇവിടുത്തെ വാല്യൂസ് കൂടി കിട്ടില്ല. ഇത് 1, ഇത് 3, ഇത് 2 കിട്ടിയത് 2/3. 2/3യുടെ വാല്യൂ എന്ന് പറഞ്ഞാല് കിട്ടിയ വാല്യൂ 0.66. അപ്പൊ ഈ വാല്യൂ 1ഉം 66ഉം തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും അല്ലെ. ഇതും ഇതും ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇതും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ വാല്യൂ 1 ആയിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 0.66 ആണ്. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ പോരെ. ഈ 1ഉം 0.66ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീരീസ് ആയിട്ട് 1.66 കിട്ടും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് 3 ആയിരുന്നു. ഈ 3യും നമുക്ക് ഈ 1 ആയിട്ട് ആഡ് ചെയ്യാം. ഇതും സീരീസ് ആണ്, ഇതും സീരീസ് ആണ്. അപ്പൊ R1ഉം ഈ R3 ഇവിടത്തെ ഈ ടേം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 0.6 ആണ്. അപ്പൊ 3 + 0.6 എന്ന് പറയുമ്പോൾ 3.66 കിട്ടും. ഇനി കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ വാല്യൂ 1.66ഉം പാരലൽ ടു 3.66ഉം ഇത് രണ്ടും ഇപ്പൊ കിട്ടുമ്പോൾ ഈ റിസൾട്ടും പാരലാണ്. ഈ ഫിഗറിന്ന് ഇതും ഇപ്പൊ കിട്ടിയ റിസൾട്ടും പാരലാണ്. അപ്പൊ നമുക്ക് തന്നെ ഈ കിട്ടിയ രണ്ട് റിസൾട്ടുകൾ പാരലായിട്ട് കണക്ട് ചെയ്യാം. 1.66ഉം 3.66ഉം പാരലായിട്ട് കണക്ട് ചെയ്യാം. പാരലാവുമ്പോൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്തു. മുകളിലത്തത് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ആഡ് ചെയ്യാം. അപ്പൊ 1.66 × 3.66 ഡിവൈഡ് ബൈ 1.66 + 3.66 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.14 ഓം കിട്ടും. അപ്പൊ ഒരു സൈഡ് കിട്ടി നമുക്ക്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സീരീസ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കിട്ടിയ റിസൾട്ടും ഈ 0.66 തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.8 കിട്ടും. 1.8 ആണ് ഇപ്പൊ നമ്മുടെ റെസിസ്റ്റൻസ്. എല്ലാ റെസിസ്റ്റൻസും കണക്ട് ചെയ്ത് വന്നു. ഇപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്ത് വന്നു. ഫസ്റ്റത്തത് ഈ R1ഉം ഈ സൈഡ് തമ്മിൽ കണക്ട് ചെയ്തു. പിന്നെ ഇതും തമ്മിൽ കണക്ട് ചെയ്തു. പിന്നെ അത് രണ്ടും തമ്മിൽ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോ ആ സൈഡ് കഴിഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടി കണക്ട് ചെയ്യാനുണ്ടായിരുന്നു. ഈ കിട്ടിയ റിസൾട്ടും R1 ആയിട്ട്. അപ്പൊ അതും കൂടി കണക്ട് ചെയ്തപ്പോൾ നമുക്ക് 1.88 കിട്ടി. ഇനി ഐഡിക്കേഷൻ കൊടുക്കാം. I = V/R. വിയുടെ വാല്യൂ 20 ആയിരുന്നു. വോൾട്ടേജ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് R ന്റെ വാല്യൂ 1.8 കിട്ടി. 20 ഡിവൈഡ് ബൈ 1.8 ചെയ്താൽ നമുക്ക് 11.11 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഐയുടെ വാല്യൂ. ഇപ്പൊ ക്ലിയർ ആണത്? ചെറുതായിട്ടല്ലേ? അതിങ്ങനെ ആയിട്ടൊരു ഫിഗർ വന്നതുകൊണ്ടാണ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് എഴുതിയപ്പോ. ആദ്യത്തെ ഇത് നോക്കാം. ആദ്യം നമുക്ക് R1ഉം R2ഉം R3യും കിട്ടി 2/3 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ ഈ 2/3 നമുക്ക് 0.66 കിട്ടി. ടേം കിട്ടി. അതായിരിക്കും നമ്മുടെ R1ന്റെ ഇവിടത്തെ വാല്യൂ. ഇത് ഇനി സീരീസ് ആയിട്ട് ഏതൊക്കെ കണക്ട് ചെയ്യും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ നമ്മുടെ പാരലാവുമ്പോൾ നമുക്ക് പറഞ്ഞേക്കണ ഇക്വേഷൻ ആദ്യത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ആ ടേം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പാരലലിന്റെ
ആൻസർ കിട്ടും. ഈ പാരലും ഈ കിട്ടിയ ആൻസറും വീണ്ടും ഇത് സീരീസ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ടേം ആകുമ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതായത് ഇത് ഇപ്പുറത്തോട്ട് ഇങ്ങനെ വരും. ഈ ഒരു ഷേപ്പായി വരും, മുകളിൽ താഴെ ഷേപ്പ് വരും. അപ്പൊ രണ്ട് വീണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ 1.8 കിട്ടി. അപ്പൊ ലാസ്റ്റ് കിട്ടിയത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ഈ 1.8 എന്ന് പറയുന്നത്. ഈ വാല്യൂ ഐഡിക്കേഷന് കൊടുക്കുക. I is equal to V/R, വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റൻ തന്നിട്ടുണ്ട് 20 എന്നുള്ളത്. റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് കിട്ടി. 20 ഡിവൈഡ് ബൈ 1.8 കിട്ടുമ്പോൾ നമുക്ക് 11.11 കിട്ടും. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ക്ലിയർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. രണ്ടും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. കേട്ടോ, ഇനി പറഞ്ഞോണ്ടില്ലേ. ഇതായിരുന്നു ഷേപ്പ്. എ എന്നുള്ളൊരു പോയിന്റ്, ബി എന്നുള്ള പോയിന്റ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇത് രണ്ടും പാരല്, ഇതൊരു ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഡെൽറ്റയിൽ വാല്യൂ കൊടുക്കാം. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരാം, ഇതിൽ സ്റ്റാർ കൊടുക്കാം. ഇവിടെ അല്ലേ കൊടുക്കാൻ പറ്റാം നമുക്ക്? ഇവിടെ കൊടുക്കാൻ പറ്റാം. ഇപ്പൊ റെസിസ്റ്റൻസ് ആറിന് കാണാൻ പറഞ്ഞേക്കണം. അപ്പൊ ഇത് ഡെൽറ്റ കൊടുത്തു കഴിയുമ്പോൾ ഈ ഫിഗർ ഒന്നായിട്ട് മാറും. ഇവിടെ ഒരെണ്ണേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ R3 എന്ന് കിട്ടി. അപ്പൊ മോളത്തെ ടീമിൽ ഇത് R1, R2, R3 എന്നുള്ള പേരിൽ കിട്ടും റെസിസ്റ്റൻസ്. ഇവിടെ രണ്ടും പാരലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ വരും. ഇത് R1, R2, R3 ഇതൊക്കെ പാരലായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ കൊടുക്കാം. ഇതിലൊന്ന് ഷേപ്പിൽ ഈ ഇതിന്റെ ഉള്ളിൽ മാത്രമേ നമുക്കൊരു സ്റ്റാർ വരയ്ക്കാൻ പറ്റുള്ളൂ. R1ഉം R2ഉം R3 വെച്ചിട്ട് ഈ സ്റ്റാറിന്റെ ഉള്ളിൽ R1ഉം R2ഉം R3 കാണും. അപ്പൊ നമുക്ക് ഇവിടെ പാരലായിട്ട് R1, R2, R3 കാണുമ്പോൾ നമുക്ക് എന്ത് വരും? സ്റ്റാർ വരുമോ? ഡെൽറ്റ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ടേം തമ്മിൽ മൾട്ടിപ്ലൈ, ഏതൊക്കെ ടേമാണോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ വരുമ്പോൾ ഇവിടെ നമുക്ക് നോക്കി 6, 8, 6ഉം 8ഉം ഈ 4 നമ്മൾ എടുക്കാം. അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. അപ്പൊ താഴത്തെ ടേം 18 സെറ്റായി. ഇനി വേണ്ടത് ഏത് സൈഡിലാണ് എടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് വരുന്നത് നമ്മൾ R1 ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 6ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 48 വരും. 48 ഡിവൈഡ് ബൈ 80 വരും. നമുക്ക് 2.66 കിട്ടി. ക്ലിയർ ആണോ? ഇനി ഇപ്പുറത്തെ സൈഡിൽ എടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമുക്ക് 6ഉം 4ഉം 24 ഡിവൈഡ് ബൈ 80 വരും. 1.33 കിട്ടി. ക്ലിയർ ആണോ അത്? ഇനി 8 into 4 ചെയ്യാം. 8 into 4 32 ഡിവൈഡ് ബൈ 80 വരും. അടുത്തത് അത് 1.77 വരും. ഇപ്പൊ 3 ടേമായി. ഇപ്പൊ നമ്മൾ ഫിഗർ ഇതുപോലെ ആയിരിക്കും. ഇവിടെ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ പാരലായിട്ട് രണ്ടെണ്ണമുണ്ട്. ഇത് ഇങ്ങനെ കിട്ടി ഇപ്പൊ ഫിഗർ. ഇനി ഇതിനെ കണക്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഈ 4ഉം ഇപ്പൊ നമുക്ക് R1 കിട്ടിയേക്കണത് ഇതാണ്. R1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയേക്കണത് 2.66 ആണ്. അത് തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ വാല്യൂ ഇത് തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 4ഉം 2.6 ചെയ്യുമ്പോൾ 6.66 കിട്ടി. അത് ഫസ്റ്റത്തെ വാല്യൂ. ഇനി അടുത്തത് ഈ 8 വെച്ച് കണക്ട് ചെയ്യാം. ഈ 8ഉം R2 സീരീസ് ആയിട്ട് വരുമ്പോൾ ഇത് രണ്ടല്ലേ വരാം, 8ഉം ഈ R2. അപ്പൊ ഈ R2 നമുക്ക് കിട്ടിയേക്കണത് 1.33 ആണ്. R2 കിട്ടിയേക്കണത് 1.33യും ഈ 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.33 കിട്ടി. രണ്ടെണ്ണം കിട്ടി. ഇപ്പൊ ഇത് രണ്ടും പാരലായി. ഇപ്പൊ നേരത്തെ കിട്ടിയ റിസൾട്ടും ഇപ്പൊ കിട്ടിയ റിസൾട്ടും പാരലായി. ഇങ്ങനെ രണ്ടെണ്ണമായി. അതായത് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തു, ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ ഇത് രണ്ടും പാരലായി. ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ. പാരലാവുമ്പോൾ എന്ത് ചെയ്യാം? പാരലൽ ഇൻഡിക്കേഷൻ കൊടുക്കാം. അപ്പൊ ഈ കിട്ടിയ റിസൾട്ട് പാരലൽ, ഈ കിട്ടിയ റിസൾട്ട്. അപ്പൊ നമുക്ക് 6.66 പാരലൽ 9.33 കിട്ടും. അപ്പൊ അത് പാരലൽ ഇൻഡിക്കേഷൻ കൊടുക്കാം. പാരലൽ ഇൻഡിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം 6.66 into 9.33 ഡിവൈഡ് ബൈ 6.6 പ്ലസ് 9.33 ചെയ്യാം. അപ്പൊ കിട്ടുന്ന റിസൾട്ട് 3.88 കിട്ടി. ഇനി നോക്കിയതിന് 3 സീരീസ് ആയിട്ട് മാത്രമേ കിടക്കുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇത് രണ്ടും സീരീസ് ആയി. പാരലൽ മാർക്ക് സീരീസ് ആയി. അപ്പൊ ഇത് 3ഉം കൂടി കിട്ടിയ 3 റിസൾട്ടും കൂടി ആഡ് ചെയ്ത, അതായത് ഇവിടെ ഒരു R3 3ഉം കൂടി ആഡ് ചെയ്ത റിസൾട്ട് ആയി. അപ്പൊ നോക്കിയേ, ഒന്ന് 4, ഒന്ന് 1.33. ഇവിടെ ഈ R3 നമുക്ക് കിട്ടിയേക്കുന്നത് 1.77 ആണ്.
ഇതൊന്ന്, പിന്നെ നേരത്തെ കിട്ടിയ റിസൾട്ട് 3.88, പിന്നെ ആ അറ്റത്ത് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ഇത് 4, ഇത് 4, ഇതും ഇതും ഇപ്പൊ കിട്ടിയ റിസൾട്ട്. അപ്പൊ 3 സീരീസ് ആയി ഇങ്ങനെ തന്നെ, ഇങ്ങനെ ഉള്ള സീരീസ് ആയിട്ട് വരും. ആ സീരീസിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഇത് 4, ഇവിടെ ഇപ്പൊ കിട്ടിയ വാല്യൂ, ഈ R3 വാല്യൂ, 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 3.88, 1.77 ചെയ്യുമ്പോൾ 9.65 കിട്ടും. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസിന് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് ആൻസർ ആയി. കറണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി തന്നിട്ടുണ്ടാവും, വി ഡിവൈഡ് ബൈ ഈ R ചെയ്ത് നമുക്ക് കറണ്ടും കിട്ടും. ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ 2 ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്ലിയർ. സിമ്പിൾ ആണ്, നമ്മൾ മനസ്സിലാക്കി ചെയ്ത 10 മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചേ? ഫുള്ള് കഴിഞ്ഞത് ഒന്ന് റെസിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ പറഞ്ഞു, പിന്നെ റെസിസ്റ്റൻസിന്റെ പാരലൽ കണക്ഷൻ പറഞ്ഞു, സീരിയൽ കണക്ഷൻ പറഞ്ഞു. പാരലൽ കണക്ഷൻ ആകുമ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, സീരിയൽ കണക്ഷനും ക്വസ്റ്റ്യൻ ചെയ്തു. അതിനുശേഷം നമുക്ക് പറഞ്ഞത് ഡെൽറ്റ കണക്ഷൻ ആയിരുന്നു. ഡെൽറ്റ എന്ന് പറഞ്ഞത് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ പറഞ്ഞു. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ പറഞ്ഞു. അതിലുള്ള പ്രോബ്ലംസും ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിന്നും 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് വേറെ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടോപ്പിക്സ് ഇതിലൊരു ടോപ്പിക്കുണ്ട്, കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾസ് ഉണ്ട്. ഈ റൂൾസുകൾ നമ്മൾ പഠിച്ചിട്ടില്ല. റൂൾസുകൾ അടുത്ത റൂൾസ് നോക്കാം. ഇതിന്റെ PPT റെസിസ്റ്ററിന്റെ ടൈപ്പ് പറഞ്ഞു, പിന്നെ കറണ്ടിന്റെ വോൾട്ടേജ് ഡിവിഷൻ പഠിക്കാൻ പറയാം. അപ്പൊ ഇന്ന് ഞാൻ 2 നോട്ട് PDF നോട്ട് എഴുതിയ ഇതുപോലെ എഴുതിയ നോട്ട് 2 ഉണ്ടായിരുന്നു, ഇന്നലത്തെയും ഇന്നത്തെ. അത് ഞാൻ സാറിന് അയച്ചു കൊടുക്കാം. അത് ഈ PPT ആയിട്ടുള്ളത് ഒരുമിച്ച് തരാം. അതെല്ലാം കൂടെ ഒരുമിച്ച് അതിൽ ഉൾപ്പെടുത്തിട്ട് ഒരുമിച്ച് തരാം. ഇതിപ്പോ ഓരോ ദിവസത്തെ നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് 2ന്റെ നോട്ട് ഇന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ നോക്കിയിട്ട് നാളെ ചോദിക്കാം. ഓക്കെ. ഒന്ന് ലീവ് ചെയ്തു.